പിന്നെയും ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. ഈ ദിവസങ്ങൾ അത്രയും എല്ലാവരും പാറുവിനെ ഒരു കുഞ്ഞിനെ പോലെയാണ് നോക്കിയത്. അവളുടെ ഏതാവശ്യങ്ങൾക്കും അവളുടെ കൂടെ ഒരു താങ്ങായി എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കുകയും ചെയ്തു, ബേബി ഓക്കെ ആണോ എന്ന്. അതറിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് സമാധാനമായത്. ഓരോ ദിവസം കൂടുന്തോറും പാറുവിന് ഫുഡ് കഴിക്കാനുള്ള മടി കൂടിക്കൂടി വന്നു. അത് വേറെ ഒന്നുമല്ല, എന്ത് കഴിച്ചാലും അത് അപ്പോൾ തന്നെ അവൾ വൊമിറ്റ് ചെയ്ത് കളയും. അവളുടെ ആ അവസ്ഥ കാണുമ്പോൾ ഡെറിയുടെ ചങ്ക് പിടയും. ഇത്രയും ദിവസം കൊണ്ട് അവൾ ആകെ ക്ഷീണിച്ച പോലെയായി. എല്ലാം തൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് എന്നറിയുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരേ സമയം സന്തോഷവും വരും, അവളെ ഓർത്ത് സങ്കടവും ഉണ്ടാകും. പക്ഷേ പാറു എത്രയ്ക്ക് ഫുഡ് വേണ്ട എന്ന് പറഞ്ഞാലും ദേവു അവളെ കൊണ്ട് എങ്ങനെയും ഫുഡ് കഴിപ്പിക്കും. ദേവു അവൾക്ക് വേണ്ടി പ്രത്യേകം ഒരു ഫുഡ് ചാർട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ശരിക്കും ദേവു കൂടെയുള്ളത് അവർക്കെല്ലാം ഒരു ആശ്വാസം തന്നെയാണ്. പതിവ് പോലെ രാത്രിയിൽ ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞ് പാറു റൂമിൽ തന്നെ ഇരിക്കുകയാണ്. ഡെറിക്ക് അത്യാവശ്യമായി 1-2 കോൾ ചെയ്യാനുള്ളത് കൊണ്ട് അവൻ ഓഫീസ് റൂമിലേക്ക് പോയി. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ അവർ കേരളത്തിലേക്ക് പോവുകയാണ്. അവിടെ എത്തി 3-ാം നാളാണ് സൂര്യയുടെയും ദേവുവിൻ്റെയും വിവാഹം. ദേവുവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം. അവിടെ ഒരാഴ്ച നിന്നിട്ട് അവർ നേരെ ഡെറിയുടെ തറവാട് വീട്ടിലേക്ക് പോകും. പാറു ഓരോന്നാലോചിച്ചുകൊണ്ട് ബെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു. ആ സമയം അവളുടെ ഉള്ളിൽ വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. തറവാട്ടിലുള്ള ഓരോ ദിവസവും നിർണായകമായ ദിവസമാണ്. ഇത്രയും നാൾ ആ ദിവസങ്ങൾ ഓർത്ത് യാതൊരു ഭയവുമില്ലായിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല. താൻ തനിച്ചല്ല, തങ്ങളുടെ കുഞ്ഞും കൂടെയുണ്ട്. ഓരോന്നോർത്തിരുന്ന അതേ സമയം തന്നെയാണ് അവളെ അവൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചത്. തൻ്റെ പ്രാണൻ്റെ സാമീപ്യം അറിഞ്ഞതും അവളും അവനോട് ചേർന്നിരുന്നു. നീയെ ഒന്നും ഓർത്തും ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ കുഞ്ഞിന് ഒരു ആപത്തും വരില്ല. അവളുടെ മനസ്സറിഞ്ഞെന്ന പോലെ ഡെറി പറഞ്ഞതും അവളും ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ ഇരുന്നു. എനിക്കറിയാം മുന്നോട്ടുള്ള ഓരോ ദിവസവും നമ്മൾക്ക് അപകടം പിടിച്ചതാണ് എന്ന്. പക്ഷേ നമ്മൾക്കതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല. നമ്മളുടെ ലക്ഷ്യമാണ് പ്രധാനം. എന്തൊക്കെ വന്നാലും ഒരു നിഴൽ പോലെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഇനിയൊരു നഷ്ടം കൂടി നമ്മൾക്കുണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. ഈ സമയത്ത് മറ്റൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവരുത്. അത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കും. ജസ്റ്റ് റിലാക്സ്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. നീ ഒന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട. ഇല്ല ഇച്ചായ, എത്രയൊക്കെ ഞാൻ ടെൻഷൻ അടിച്ചാലും അതൊക്കെ ഈ ഒരാളുടെ പ്രസൻസിൽ ഇല്ലാതാകും. എന്നാലും നാട്ടിലേക്ക് പോകുന്ന ദിവസമാകും തോറും പഴയതൊക്കെ ഓർമ്മ വരും, അല്ലാതെ വേറൊരു കുഴപ്പവുമില്ല. ഡെറി ഗൗരവത്തോടെ പറഞ്ഞു നിർത്തിയതും അവളും ഒരു ചിരിയോടെ അവനോടായി പറഞ്ഞു, മതി സംസാരിച്ചത്, ഇനി കിടന്നുറങ്ങാൻ നോക്ക്. അവൻ പറഞ്ഞുകൊണ്ട് പതിയെ അവളെ ബെഡിലേക്ക് കിടത്തി. കൂടെ ലൈറ്റ് ഓഫാക്കി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവനും കിടന്നു. എന്തുകൊണ്ടോ ആ രാത്രിയിൽ അവൻ ഉറങ്ങാൻ സാധിച്ചില്ല. ചിന്തകൾ മുഴുവൻ പാറു പറഞ്ഞതോർത്തായിരുന്നു. ഇനിയൊരു നഷ്ടം കൂടെ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അതൊരിക്കലും താങ്ങാനാവില്ല. പക്ഷേ വിധി അവർക്കായി എന്താ കരുതി വെച്ചത് എന്ന് ആ നിമിഷം അവർ അറിഞ്ഞിരുന്നില്ല. 2 ദിവസങ്ങൾ ദാ എന്ന് പറയുന്ന പോലെ പോയി. ഇന്ന് രാവിലെയാണ് അവർ നാട്ടിലേക്ക് തിരിക്കുന്നത്. ദേവുവിൻ്റെ അമ്മ രാധയും അവളുടെ അമ്മാമ്മ നളിനിയും അവരുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. 8 മണിയാകുമ്പോൾ ഇറങ്ങേണ്ടത് കൊണ്ട് അവർ കൃത്യസമയത്ത് തന്നെ റെഡിയായി വന്നു. ഡെറിയുടെ പ്രൈവറ്റ് ജെറ്റിലാണ് അവർ കേരളത്തിലേക്ക് പോകുന്നത്. എല്ലാം എടുത്തു വെച്ചില്ലേ? റെഡിയായി പുറത്തേക്ക് വന്നുകൊണ്ട് സൂര്യ അവിടെ നിൽക്കുന്ന ദേവുവിനോടായി ചോദിച്ചു. പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ലല്ലോ, എല്ലാം കൊടുത്തു വിട്ടില്ലേ നാട്ടിലേക്ക്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ശ്രീക്ക് വേണ്ടതെല്ലാം എടുത്തിട്ടുണ്ട്. സൂര്യയോട് പറയുന്ന കൂട്ടത്തിൽ ബാഗിൽ അവൾക്ക് വേണ്ടതെല്ലാം എടുത്തിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്ത് ദേവു ഉറപ്പുവരുത്തി. ഇനി വിരലിൽ എണ്ണാനുള്ള ദിവസം കൂടെയുള്ളൂ. അത് കഴിഞ്ഞാൽ എൻ്റെ പെണ്ണ് എനിക്ക് എന്നേക്കുമായി സ്വന്തമാകും. അവളെ പിന്നിൽ നിന്ന് പുണർന്നുകൊണ്ട് സൂര്യ അവളുടെ തോളിലായി താടി ഊന്നി കാതിലായി ഒന്ന് മുത്തിക്കൊണ്ട് പതിയെ പറഞ്ഞു. അതൊക്കെ ശരി തന്നെ, പക്ഷേ നാട്ടിൽ ചെന്നാൽ ഇതൊന്നും നടക്കില്ലാട്ടോ. കാരണം കല്യാണം ഉറപ്പിച്ച ചെക്കനും പെണ്ണും കല്യാണത്തിൻ്റെ അന്ന് മാത്രമേ കാണാൻ പാടുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിൽ എൻ്റെ വീട്ടുകാർ ഇത്തിരി മുന്നിലാണ്. പിന്നെ പഴയ ആൾക്കാരല്ലേ, കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ദേവു ഒരു കുറുമ്പോടെ പറഞ്ഞതും ചെക്കൻ്റെ പിടി അവളിൽ പതിയെ അയഞ്ഞു. എന്നാൽ അവൻ്റെ നിൽപ്പും ഭാവവും എല്ലാം കണ്ട് ദേവുവിന് ചിരിയാണ് വന്നത്. ഇപ്പോൾ ചിരിച്ചാൽ ചെക്കൻ എന്തെങ്കിലും പറയുമെന്ന് അറിയാവുന്നത് കൊണ്ട് ചിരി കടിച്ചു പിടിച്ച് അങ്ങനെയിരുന്നു. പിന്നെ കല്യാണം വലിയ രീതിയിലൊന്നും നടത്താത്തത് കൊണ്ട് കല്യാണത്തിന് മുൻപ് ചെയ്യേണ്ട കുറച്ച് ചടങ്ങുകളുണ്ട്. അതെല്ലാം ഇനി ചെന്നിട്ട് വേണം ചെയ്യാൻ. എന്ത് ചടങ്ങുകൾ? ദേവു പറഞ്ഞു നിർത്തിയതും സൂര്യ ഒരു സംശയത്തോടെ ചോദിച്ചു. അത് വിവാഹത്തിന് മുൻപ് കുറച്ച് ചടങ്ങുകളൊക്കെയുണ്ട്. അതിലൊന്ന് താലിപൂജയാണ്, പിന്നെ ഒന്ന് മംഗല്യപൂജയാണ്. അത് രണ്ടും നിർബന്ധമായി നടത്തണം. അതിനെന്താ, നടത്തിക്കോട്ടെ.
ഞാനും നീയും കാണുന്നതിൽ എന്താണ് കുഴപ്പം? ഓ, എൻ്റെ സൂര്യേട്ടാ, അതല്ല, ചെറുക്കനും പെണ്ണും കല്യാണത്തിൻ്റെ അന്ന് മാത്രമേ കാണാൻ പാടുള്ളൂ. പിന്നെ നാട്ടിൽ ചെന്നാൽ നമ്മളെ ഒരു വീട്ടിൽ നിർത്താൻ അമ്മമ്മ സമ്മതിക്കില്ല. അതുകൊണ്ട് ഏട്ടനെ മിക്കവാറും അവിടെ നിന്ന് മാറ്റി നിർത്തും. ഓ, കൂടിപ്പോയാൽ ഒരു 3 ദിവസം. അത് കഴിഞ്ഞാൽ നീ എനിക്ക് സ്വന്തമാവും. അപ്പോൾ ഫുൾ ടൈം മോൾ എൻ്റെ കൂടെ ആയിരിക്കും. അവിടെ ആരും തടസ്സം പറഞ്ഞുകൊണ്ട് വരില്ലല്ലോ. സൂര്യ ഒരു പുച്ഛത്തോടെ പറഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞതിന് ദേവു പ്രത്യേകിച്ചൊന്നും പറയാൻ പോയില്ല. എന്തേലും പറഞ്ഞിട്ട് വേണം ചെക്കന് ദേഷ്യം കയറാൻ. അതുകൊണ്ട് അവൾ ഒന്നും മിണ്ടാതെ ജോലി തുടർന്നു. ഇതേ സമയം പാറു ഒരു തളർച്ചയോടെ ഡെറിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവൾ നന്നായി കിതക്കുന്നുണ്ടായിരുന്നു. ഇനി ഡെയിലി യോഗ ചെയ്ത് തുടങ്ങണം. ദേവുനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വേണം അതിനെക്കുറിച്ച് തീരുമാനിക്കാൻ. അതെന്താ പെട്ടെന്ന് അങ്ങനെയൊരു തീരുമാനമെടുത്തത്? ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഒന്ന് ഉമ്മ വെച്ചപ്പോഴേക്കും നീ വല്ലാതെ കിതക്കാൻ തുടങ്ങി. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഒന്ന് നടന്നാൽ പോലും നീ കിതക്കാൻ തുടങ്ങും. സോ ബെറ്റർ നീ യോഗ ചെയ്ത് തുടങ്ങുന്നതാണ്. ഇറ്റ്സ് ഗുഡ് ഫോർ യു ആൻഡ് ബേബി ഓൾസോ. തൽക്കാലം ഈ തിരക്കെല്ലാം കഴിഞ്ഞ് അവളോട് സംസാരിക്കാം. ഡെറി പറഞ്ഞു നിർത്തിയതും പിന്നെ പാറു ഒന്നും മിണ്ടാൻ പോയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്. അതനുസരിക്കുക മാത്രം ചെയ്യുക. അവളൊരു നിശ്വാസത്തോടെ ഓർത്തുകൊണ്ട് അവൻ്റെ നെഞ്ചോരം അങ്ങനെ തന്നെ നിന്നു. കുറച്ചു നേരം കൂടെ അങ്ങനെ നിന്ന ശേഷം പോകാൻ സമയമായതും അവർ പോകാനായി ഇറങ്ങി. താഴേക്ക് ചെന്നപ്പോൾ അവരുടെ വരവ് കാത്തെന്ന പോലെ സൂര്യയും ദേവും ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അധികം വൈകാതെ തന്നെ അവർ പോകാനായി ഇറങ്ങി. പല നഷ്ടങ്ങൾ മാത്രം തന്ന നാട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം അവർ യാത്ര തിരിച്ചു. ചെയ്തു കൂട്ടിയ ഓരോന്നിനും കണക്ക് പറയാനായിട്ട്, മുച്ചോടും നശിപ്പിക്കാനായിട്ട്.